നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും വരാം. എങ്ങനെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ എറണാകുളത്ത് നേരിടാൻ പോകുന്നത്? കേവലം എറണാകുളത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമല്ല, ഇതിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കൂടി പ്രസക്തമാകുന്നുണ്ടല്ലോ. നേരത്തെ ശ്രീ ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ അത് മതനിരപേക്ഷ കൂട്ടായ്മയുടെയൊക്കെ ഭാഗം കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കോൺഗ്രസും UDFും ഇവിടെ വിശദീകരിക്കുന്നത്? എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് പാർലമെൻറ്റിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും, അതുപോലെ തന്നെ ഇന്ന് രാജ്യത്ത് എന്തൊക്കെയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് 1947 മുതൽ ഇങ്ങോട്ട് നൽകിയത്, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതേതരത്വം, ഇതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർലമെൻറ്റിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു തവണ MP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസത്തോടെയാണ് UDF അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നത് തന്നെ വിജയിക്കുക എന്നുള്ള ലക്ഷ്യമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം വലിയ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് UDF ഇപ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എന്താണ് രാഷ്ട്ര നിർമ്മാണം എന്ന് ചോദിച്ചപ്പോൾ, രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ കണ്ണുനീരൊപ്പുക, കണ്ണുനീർ കാണാൻ കഴിയുക എന്നുള്ളതാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത്. ആ രാഷ്ട്ര നിർമ്മാണം ഇന്ന് രാജ്യത്തില്ലാതായിരിക്കുന്നു. ഇന്ന് തൊഴിലാളികളോട് നീതിയില്ല, കർഷകനോട് നീതിയില്ല, സ്ത്രീകളോട് നീതിയില്ല, വിദ്യാർത്ഥികളോട് നീതിയില്ല, യുവജനങ്ങളോട് നീതിയില്ല. അത്തരത്തിൽ നീതി നിഷേധം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിനെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് കൃത്യമായ ഫാസിസം, ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ നമുക്കറിയാം, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, ക്ഷേമ പദ്ധതികൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, ക്ഷേമ പെൻഷനുകൾ ഇല്ലാതാക്കിക്കൊണ്ട്, ശമ്പളം കൊടുക്കാൻ കഴിയാതെ 1957 കേരളം രൂപീകൃതമായതിനു ശേഷം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വരുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയാണ് കടമെങ്കിൽ ഇന്നിപ്പോൾ ഈ 7 വർഷം കൊണ്ട് അത് 4.5 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ തന്നെ ഏറ്റവും അധികം കടം വാങ്ങുന്ന ഒരു സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റിയ സാഹചര്യത്തിൽ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ വായിച്ച ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമായി കണ്ണൂരും പാനൂരും വടകരയും ഒക്കെ അങ്ങനെ നടക്കുമ്പോൾ ബോംബ് നിർമ്മാണത്തിൽ CPMൻ്റെ പ്രവർത്തകർ ഇല്ലാതാകുന്നു, കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതികരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഈ 2 സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആത്മവിശ്വാസത്തോടെയുമാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് പറയട്ടെ.